2023 ഒക്ടോബർ 3 എന്തായിരുന്നു അന്ന് ഇന്ത്യയിൽ നടമാടിയ രംഗങ്ങൾ? അവിടെ ദില്ലിയിൽ ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട അവരുടെ ജീവനക്കാരുടെ, അതിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും എഴുതുക പോലും ചെയ്ത നിസ്സഹായരുടെ ഒക്കെ വീടുകളിൽ ആയി 88 കേന്ദ്രങ്ങളിലാണ് ഈ ദുരധികാരികൾ റെയ്ഡ് നടത്തിയത്. ഒപ്പം രാജ്യത്ത് ദില്ലിക്ക് പുറത്തുള്ള മറ്റ് കേന്ദ്രങ്ങളിലും അങ്ങനെയുള്ള ഒരു ദിവസം നീണ്ടുനിന്ന തലേരാത്രി തുടങ്ങി അരങ്ങേറിയ ഒരു റെയ്ഡിൻ്റെ അന്ത്യത്തിലാണ് ഈ ചീഫ് എഡിറ്റർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ ഷമ്മി പറഞ്ഞതുപോലെ ഒരുപാട് കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ചുമത്തുകയും കുപ്രസിദ്ധമായ UAPA നിയമം വരെ അദ്ദേഹത്തിൻ്റെ തലയിൽ ചുമത്തുകയും ചെയ്തു. അതെല്ലാമാണ് സുപ്രീം കോടതി ഇന്ന് എടുത്ത് യമുനാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഈ അറസ്റ്റിൻ്റെ നടപടിക്രമം മുഴുവൻ പിഴച്ചു. പോലീസ് അനാവശ്യമായ തിടുക്കം കാട്ടി നിയമവിരുദ്ധമായ നടപടികളിലൂടെ പോയി എന്നൊക്കെ സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ മുഖത്തേറ്റ ഒരു അടിയായി മാറുകയാണ്. ദംഷ്ട്രകൾ മുളച്ചു തുടങ്ങിയിരിക്കുന്ന, കോമ്പല്ലുകൾ മുളച്ചു തുടങ്ങിയിരിക്കുന്ന, തലയിൽ കൊമ്പ് വളർന്നു തുടങ്ങിയിരിക്കുന്ന ദില്ലിയിലെ ഭരണാധികാരികളുടെ മുഖത്തിന് സുപ്രീം കോടതി നിയമഹസ്തങ്ങൾ കൊണ്ട് ഒരടി കൊടുത്തിരിക്കുന്നു. നീതി അത്രയെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. എല്ലാ മെഴുകുതിരികളും ഒരുമിച്ചണയില്ല എന്ന നമ്മുടെ വിശ്വാസം വീണ്ടും അത് ശക്തമായി നിൽക്കുന്ന ഒരു ദിവസം.